ഇതൊരു ഗൂഗിൾ ഡ്രൈവിനെ സംബന്ധിക്കുന്ന പ്ലേലിസ്റ്റ് ആണ്. ഗൂഗിൾ ഡ്രൈവിന്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ വളരെ ചെറിയ വീഡിയോസ് ആക്കിയിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഇതൊരു ഫയല് ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് ഒരു വീഡിയോ അങ്ങനെ ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു കാര്യമല്ല. കാരണം വലിയ വീഡിയോസ് ഒന്നും നമുക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യൽ എളുപ്പമല്ല, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോണിൽ ഒരു നിശ്ചിത അളവ് മെമ്മറി ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഗൂഗിൾ ഡ്രൈവ് പോലത്തെ ഒരു ഓപ്ഷനിൽ പിന്നെ ഒരു 15 GB മെമ്മറി സ്പേസ് നമുക്ക് കിട്ടും. മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് അതൊരു അത്യാവശ്യം ഒരു ഫോട്ടോ കോപ്പി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ സ്കാൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഇതിൽ പറ്റും. അതുപോലെ വീഡിയോസ് ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഗൂഗിൾ ഡ്രൈവിൽ അത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ചില എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് കമന്റ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ കമന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ എപ്പോൾ വേണേലും പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വീഡിയോ കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഗൂഗിൾ ഡ്രൈവിലുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കുവാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിക്കൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പം പുതിയതായിട്ടൊരു വീഡിയോ ആണെങ്കിലും ഫയൽ ആണെങ്കിലും ഡോക്യുമെന്റ് ആണെങ്കിലും എന്ത് തന്നെ ആയാലും അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഈ പ്ലസ് ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറെ ഓപ്ഷൻസ് വരും. ഇവിടെ ഫസ്റ്റ് വരുന്ന ഫോൾഡറാണ്. ഈ ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൾഡർ ഉണ്ടാക്കില്ലേ ഫോണിൽ, അതേ പരിപാടി തന്നെയാണ്. ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ഫോൾഡർ ഇതുപോലെ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേര് അതിന് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ഫോൾഡറിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഫോൾഡറിന്റെ പേര് സർട്ടിഫിക്കറ്റ്സ് എന്നാക്കിയാൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോൾഡറിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് അപ്ലോഡ് കൊടുക്കുക. അതല്ലെങ്കിൽ സ്കാനിങ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു രേഖ ഇതിനടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു നീല മാർക്ക് വരുന്നത് കണ്ടില്ലേ? അത് കണക്കാക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും സ്കാൻ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ വെറുതെ കാണിക്കുന്നതാണ് കേട്ടോ. അതെ, ഒരു ഡണ്ണ് കൊടുത്തു. ഇപ്പൊ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, നമ്മൾ ഡണ്ണ് കൊടുത്തു, സ്കാൻ ചെയ്തു. അപ്പൊ സ്കാനഡ് എന്നൊരു ഓപ്ഷൻ ഇതുപോലെ വന്നു. അപ്പൊ പേര് നമുക്ക് ഫയൽ നെയിം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം. ഈ ഡോട്ട് മുമ്പ് വരെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കീപാഡെന്ന് കൊടുക്കാം. കീപാഡ് PDF സർട്ടിഫിക്കറ്റ് എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യുന്നത്, പരമു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഈ ഒരു ഗൂഗിൾ ഡ്രൈവിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്ക് മെയിൽ ഐഡിയും പാസ്വേഡും അറിയാമെങ്കിൽ നമുക്കിത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട രേഖകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഒരു 100% ഉപയോഗം എന്നൊക്കെ പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. നമ്മളവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയി, അല്പസമയം എടുക്കും, അതവിടെ സേവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്താണ് നമ്മളുള്ളത്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയതുപോലെയുള്ള ആ ഒരു മെനുവിലേക്ക് എത്തി.